ശാസ്ത്രത്തെക്കുറിച്ചുള്ള സങ്കല്പങ്ങളൊക്കെ അത് ഉത്ഭവിച്ച സ്ഥലങ്ങളിൽ മാറ്റപ്പെട്ട് കഴിഞ്ഞു. ഇപ്പോഴതൊന്നും ശാസ്ത്രമല്ല. അല്ലെങ്കിൽ സർ ഐസക് ന്യൂട്ടന്റെ കാലത്തുണ്ടായിരുന്ന സങ്കല്പത്തിന് ഇപ്പോൾ പ്രസക്തിയില്ല. ഐസക് ന്യൂട്ടനിൽ നിന്ന് ഫിസിക്സ് വളരുകയും ആ ഫിസിക്സിൻ്റെ വളർച്ചയ്ക്കൊപ്പം ശാസ്ത്രത്തെക്കുറിച്ചുള്ള വിജ്ഞാനത്തിൻ്റെ മാതൃകാരൂപങ്ങൾക്ക് പരിണാമം സംഭവിക്കുകയും ചെയ്ത കാര്യമൊന്നും നമ്മുടെ ശാസ്ത്ര സാഹിത്യ പരിഷത്തിന് ഇപ്പോഴും അറിയാത്തത് കൊണ്ട് അവരിങ്ങനെ ചെണ്ട കൊട്ടി ചില ശാസ്ത്രം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അവരോട് ക്ഷമിക്കുക എന്നല്ലാതെ വേറൊന്നും ചെയ്യാൻ കഴിയില്ല. കാരണം എന്ത് ചെയ്യാൻ പറ്റും? മനുഷ്യന് വിവരമില്ലാതെ ഓരോന്നിങ്ങനെ വിളിച്ചു പറഞ്ഞു ഇത് ശാസ്ത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അതല്ല ശാസ്ത്രം എന്ന് പറയാൻ അവർ നിന്നു തരില്ല. അവരോട് പറഞ്ഞ് അവർ കേൾക്കാനും തയ്യാറാകില്ല. അവർ വീണ്ടും ചെണ്ട കൊട്ടിയത് ഞങ്ങൾ ശാസ്ത്രം പറയുന്നു എന്ന് പറയും. അതല്ല, സയൻസ് എന്ന് പറയുന്നതിൽ നിന്ന് മാറിയിരിക്കുന്നു. ആ മാറ്റപ്പെട്ട സയൻസിന് അതിൻ്റെ വിജ്ഞാനത്തിൻ്റെ രീതികൾ അന്വേഷിക്കുമ്പോൾ അവർക്ക് വേദത്തിലേക്ക് വരേണ്ടി വരും. ഈ സനാതനധർമ്മം എന്നുള്ളത് അത് ഈ പ്രപഞ്ചത്തിൽ എന്നും ഉള്ളതാണ്, ആരും കൊണ്ടുവരുന്നതല്ല. ഒരു ഉദാഹരണം ഞാൻ പറയാം. ഗുരുത്വാകർഷണ നിയമം, ലോ ഓഫ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, അത് ന്യൂട്ടൺ കൊണ്ടുവന്നതാണ് അല്ലല്ലോ. അടർന്നു വീണ ആപ്പിളിലും ആ അടർന്നു വീഴുന്ന ആപ്പിളിനെ കണ്ട ന്യൂട്ടനിലും അതൊന്നും കാണാതെ ജീവിച്ച എന്നിലും ഒരു മണൽത്തരിയിലും ഈ ഗുരുത്വാകർഷണ നിയമം അന്തർലീനമാണ് എന്ന് ന്യൂട്ടൻ ദർശിക്കുകയാണ് ചെയ്തത്. ന്യൂട്ടൻ അതിൻ്റെ സൃഷ്ടാവല്ല. പ്രപഞ്ച നിയമത്തിന് സൃഷ്ടാക്കളില്ല. അതാണ് ഭഗവത്ഗീതയിൽ പറഞ്ഞത്, ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഗശഃ തസ്യ കർത്താരമഭീമാം വിദ്ധി അകർത്താരം അവ്യയം. അകർത്താരമാണ്. എന്താ കാരണം? അവ്യയമാണ്, നാശമില്ലാത്തതാണ്. നാശമില്ലാത്തതിന് സ്വാഭാവികമായ സ്രഷ്ടാവില്ലാത്തതും ഈ പ്രപഞ്ചത്തിൻ്റെ നിയമമായിരിക്കുന്ന ചാതുർവർണ്ണ സങ്കല്പത്തെ എന്നാൽ പറയപ്പെട്ടു എന്നല്ലാതെ ഞാനതിൻ്റെ സ്രഷ്ടാവല്ല എന്ന് പറഞ്ഞത് ശ്രീകൃഷ്ണനാണ്. അപ്പോഴാണ് പറയുന്നത് ശ്രീകൃഷ്ണൻ അങ്ങനെ ഒന്നും പറയാൻ പാടില്ലായിരുന്നു എന്ന് പറയണിപ്പോൾ. ശ്രീകൃഷ്ണൻ എങ്ങനെ പറയണം എന്ന് ഇവരാണോ നിശ്ചയിക്കേണ്ടത്? ശ്രീകൃഷ്ണൻ എങ്ങനെ പറയണമെന്ന് നിശ്ചയിക്കാൻ ആ ശ്രീകൃഷ്ണ പരമാത്മാവ് എന്ന മഹാപ്രതിഭയെ സൃഷ്ടിച്ച, അതിനെ കണ്ടെത്തിയ വ്യാസഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് ഒരു ശാസ്ത്ര സാഹിത്യകാരനും ഒരു തീവ്രവാദിയും പറയേണ്ടതില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം അത് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ആ ശ്രീകൃഷ്ണനാണ് പറഞ്ഞ തസ്യ കർത്താരം അഭീമാം വിദ്ധി അകർത്താരം അവ്യയം. ഇത് ശാശ്വതമായതുകൊണ്ട്, എന്നും നിലനിൽക്കുന്നതായതുകൊണ്ട് ഇതിന് കർത്താവില്ല, സ്രഷ്ടാവില്ല. ഇത് പ്രപഞ്ചത്തിലാണ്, എന്നിലും നിന്നിലും എല്ലാത്തിലും, ഈ മണൽത്തരിയിലും നിറഞ്ഞു നിൽക്കുന്നതാണ് എന്ന സങ്കല്പം. അല്ലാതെ ഇപ്പം പറയണമെന്ന് വെച്ചാൽ ശ്രീകൃഷ്ണൻ വന്നിട്ട് 4 വർണ്ണങ്ങളെ ഉണ്ടാക്കി, ജാതി വ്യവസ്ഥ ഉണ്ടാക്കി എന്നൊക്കെ ഇവിടെ പറഞ്ഞു നടക്കുന്നവരുണ്ടല്ലോ, അവരോടാണ് ഞാനിത് പറയുന്നത്. തസ്യ കർത്താരം അഭീമാം വിദ്ധി അകർത്താരം അവ്യയം. ആ അകർത്താരവും അവ്യയവുമായ മഹാസത്യത്തെ ദർശിച്ചുകൊണ്ട് അതിന് നമ്മുടെ പ്രപഞ്ചത്തിന് വേണ്ടി അവതരിപ്പിച്ച ഋഷീശ്വരന്മാർ, അവരുടെ സംസ്കാരമാണ് സനാതനധർമ്മ സംസ്കാരം. ആ സംസ്കാരത്തിന് അതിൻ്റെ സവിശേഷതകളുണ്ട്. എന്താണ് ആ സംസ്കാരത്തിൻ്റെ പ്രത്യേകത? ആ സംസ്കാരം നമ്മളോട് പറയുന്നത്
ഈ പ്രപഞ്ചം നമ്മൾ ഉണ്ടാക്കിയതല്ല എന്ന് വിനയപൂർവം സമ്മതിക്കണം. നമ്മൾ വെട്ടിപ്പിടിച്ചു വെക്കുമല്ലോ, എത്ര കിട്ടിയാലും ആർത്തി തീരെയില്ല. ആർത്തിക്കാണ് അതിർത്തി ഇല്ലാത്തത്. ഇന്ന് വരെ ഒരാളുടെ അതിർത്തി, അതാണ് മഹാത്മാഗാന്ധി പറഞ്ഞിട്ടുണ്ട്, നേച്ചർ പ്രൊവൈഡ്സ് നത്തിങ് ടു കേറ്റർ ദ ഗ്രീഡ് ഓഫ് വൺ ബട്ട് എവറിത്തിങ് ടു കേറ്റർ ദ നീഡ് ഓഫ് ഓൾ. ഈ പ്രപഞ്ചത്തിൽ എല്ലാ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ളതുണ്ട്, പക്ഷേ ഒരുത്തൻ്റെ പോലും ആർത്തി നിറവേറ്റാനുള്ളത് ഈ പ്രപഞ്ചത്തിലില്ല. അങ്ങനെ ഈ പ്രപഞ്ചത്തിൽ എല്ലാവരുടെയും ആവശ്യത്തിനുള്ളത് കൊടുത്തിട്ടുള്ള ഈ പ്രപഞ്ചം, ആ പ്രപഞ്ച സത്യത്തെക്കുറിച്ച് നമ്മോട് സംസാരിച്ചതും ഉപനിഷത്ത് തന്നെയാണ്. നിങ്ങളെപ്പോഴും എല്ലാവരും, നിങ്ങളിൽ മഹാഭൂരിപക്ഷം പേർക്കും അറിയാവുന്ന ഈശാവാസ്യം ഇദം സർവം യത്കിഞ്ച ജഗത്യാം ജഗത് തേന തക്തേന ഭുഞ്ജീത മ ഗൃധ കസ്യ സിദ്ധനം. പറയുന്നത് ലളിതമാണ്. ഇതൊന്നും നീ ഉണ്ടാക്കിയതല്ല ഈ പ്രപഞ്ചം, ഇത് ഈശ്വരൻ്റെ ആവാസഭൂമികയാണ്. നീ അടക്കം. ഒരു മണൽത്തിരി ചെറിയ കാര്യമല്ല എന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തിയ സംസ്കാരമാണ് സനാതനധർമ്മം. വേറെ ആരും അത് പറഞ്ഞിട്ടില്ല. ഒരു മണൽത്തരിക്കുള്ളതിൽ കവിഞ്ഞ ഒരവകാശവും ഒരു മനുഷ്യനും ഈ പ്രപഞ്ചത്തിലില്ല എന്ന് ലോകത്തെ ഉദ്ബോധിപ്പിച്ച സംസ്കാരമാണ് സനാതനധർമ്മം. മണൽത്തരി ചെറിയ കാര്യമല്ല. എന്താ ചെറിയ കാര്യമല്ല എന്ന് പറയാൻ കാരണം, ഒരു ദിവസം നമ്മളങ്ങ് ചത്തുപോകുമല്ല. പൂന്താനം പറഞ്ഞ രീതിയിൽ യുദ്ധം ഓരോന്ന് ചിന്തിച്ചിരിക്കവേ ചത്തുപോകുന്നു പാപം ശിവ. മറ്റേ ഇത് കാലം ചെയ്ത് അങ്ങനെ ഒരുപാട് വാക്ക്, മരിക്കാൻ വലിയ പ്രയാസമുണ്ട് ആളുകൾക്ക്. അപ്പോൾ അത് കാരണം മരണത്തെ എങ്ങനെ ഒഴിവാക്കാമെന്ന് ആലോചിച്ചപ്പോഴാണ് ഇത്രയേറെ മരണത്തെ വിശേഷിപ്പിക്കാൻ ഇത്രയേറെ മലയാള വാക്കുകൾ വേറെ ഒരു ഭാഷയില്ലെന്ന് തോന്നുന്നു. കാലം ചെയ്ത് യവനികയിൽ മറഞ്ഞു, കാറ്റ് പോയി. പക്ഷേ തൃശ്ശൂർക്കാരനാണ് അത് മനോഹരമായിട്ട് പറയുന്നത്, പടായി എന്ന് പറയുന്നത്. ആദ്യം മനസ്സിലായില്ല എനിക്ക്. അയാൾ പടായിട്ടാന്ന് പറയുമ്പോൾ പടായി എന്താ വെച്ചാൽ ഈ ഫ്ലെക്സിൽ പടമായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരിച്ചു എന്നുള്ളതാണ്. എത്ര വാക്കുകളാണ്. മരണത്തെ നമ്മൾ അങ്ങനെയാണ് കാണുന്നത്. ചത്തു കഴിഞ്ഞാൽ പിന്നെ എടുത്ത് തന്നെ കത്തിക്കും. കാരണം 24 മണിക്കൂർ കൂടുതൽ ഈ സാധനം വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. ഇത്രയുള്ളു. മഹാദുർഗന്ധമാണ്. ചീഞ്ഞു കഴിഞ്ഞാൽ ആ പ്രദേശത്ത് ഒരാൾക്ക് നിൽക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് അതിനെ എഴുത്തച്ഛൻ മലപാത്രമായ തടി എന്ന് വിശേഷിപ്പിച്ചത്. മധുപാത്രം എന്നൊക്കെ പറഞ്ഞ് സ്ത്രീകളെ മധുപാത്രമാണ് എന്ന് പറഞ്ഞ് കവികൾ വർണ്ണിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കവികൾക്കെല്ലാം കവിയായി നിന്ന എഴുത്തച്ഛൻ മലപാത്രമായ തടി എന്ന് പറഞ്ഞത്. മരിച്ചു കഴിയുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ. മരണത്തോടുകൂടി എല്ലാം തീരും. എല്ലാ അലങ്കാര ചിഹ്നങ്ങളും ആ ഒറ്റ നിമിഷം കൊണ്ട് തീർന്നു പോകും. ഒറ്റ നിമിഷം കൊണ്ട് ഈ അലങ്കാര ചിഹ്നങ്ങൾ മുഴുവൻ തീർന്നു പോകും. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആകെ ചോദിക്കുന്ന ഒറ്റ വാക്കുകൾ, ആ ഡോക്ടർ കെ.എസ്. രാധാകൃഷ്ണൻ ഉണ്ടോ എന്ന് ചോദിക്കില്ല, ബോഡി വന്നു എന്നാണ്. ഒറ്റ വാക്കുകൾ. പിന്നെ ബോഡി. പ്രധാനമന്ത്രി ആയാലും പ്രസിഡൻ്റായാലും ഏത് മഹാനായാലും മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒറ്റ വാക്കുകൾ, ബോഡി. ബോഡി കൊണ്ടുവന്നോ, ബോഡി കുളിപ്പിക്കാൻ എടുത്തോ, ബോഡി എപ്പോൾ എടുക്കും, എപ്പോൾ കത്തിക്കും, ഇത്ര അറിഞ്ഞാൽ മതി. ബോഡിയാണ്. പക്ഷെ ഒരുപാട് അലങ്കാരങ്ങളുമായിട്ടാണ് നമ്മൾ ജീവിച്ചത്. ആ അലങ്കാരങ്ങളൊന്നും നമ്മുടേതല്ല എന്ന് നമ്മെ പഠിപ്പിച്ചതാണ് ഈശാവാസ്യ ഉപനിഷത്ത്. അതാണ് ഈശാവാസ്യമിതം സർവം യത്തിഞ്ച ജഗത്യാം ജഗത്. ജഗത്യാം ജഗത്ത് എന്ന് പറഞ്ഞാൽ എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന ഈ പ്രപഞ്ചം. അതെങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു?
ചത്തു കഴിഞ്ഞാൽ കൊണ്ട് കത്തിക്കും. കത്തിച്ചു കഴിഞ്ഞാൽ ഈ ചാരം കൊണ്ട് പുഴയിൽ കലക്കും. പുഴയെ കലക്കുന്ന ചാരം അതിൻ്റെ പുഴയോരങ്ങളിൽ അടിഞ്ഞു കയറും. അവിടെ കൊണ്ട് നമ്മൾ വിത്ത് വിതയ്ക്കും. ആ വിത്തിൽ നിന്ന് അരിമണി കിട്ടും. ആ അരിമണി നമ്മൾ ഭക്ഷിക്കും. അപ്പോൾ ഒരു വറ്റ് തിന്നുമ്പോൾ ഓർത്തിരിക്കേണ്ട കാര്യം, നമുക്ക് മുമ്പ് ജനിച്ച് ജീവിച്ച് മൺമറഞ്ഞ് ചാരമായി തീർന്ന അനേകം തലമുറകളുടെ വറ്റാത്ത വാത്സല്യമാണ് ഒരു വറ്റിലടങ്ങിയിരിക്കുന്നത് എന്ന് ലോകത്തെ പഠിപ്പിച്ച സംസ്കാരത്തിൻ്റെ പേരാണ് സനാതനധർമ്മം. അത് ഏത് സ്റ്റാലിനും മനസ്സിലാകേണ്ടതാണ്. മുഖ്യമന്ത്രിയാണ് എന്ന് കരുതിയിട്ട് സത്യം മനസ്സിലാകാതെ പോകരുത്. ഏത് മുഖ്യമന്ത്രിയായാലും ഇനിയിപ്പോൾ തമിഴ്നാട്ടിൽ പോയി കഴിഞ്ഞാൽ എന്നെ തല്ലിയാലും കുഴപ്പമില്ല. ഇത് പറയാതിരിക്കാൻ നിർവാഹമില്ലാണ്ട്. തമിഴ്നാട്ടിൽ ചിലപ്പോൾ തല്ലുകൊണ്ടെന്നിരിക്കുമോ, അതൊന്നും പറയാൻ പറ്റില്ല നമുക്ക്. പക്ഷെ എന്തായാലും ഇത് പറയാതിരിക്കാൻ പറ്റുമോ? കാരണം ഒട്ടേറെ അറിവുള്ള പട്ടേരി പറഞ്ഞാലും പട്ടാങ്കം ഒത്തില്ലേ തെറ്റെന്നേ കരുതാവൂ എന്ന് മലയാള ഭാഷ പഠിപ്പിച്ചിട്ടുണ്ട്. അത് ആദ്യം മറന്നത് മലയാളികൾ തന്നെയാണ്. ഇതുപോലെ എല്ലാ മഹാവാക്യങ്ങളെയും ഇതുപോലെ വികൃതമാക്കി അവതരിപ്പിച്ചിട്ടൊരു ജനത ഈ മലയാളികളെ പോലെ വേറെ കാണാൻ കഴിയില്ല. നിങ്ങൾ എന്താ പറയുന്നത്? എന്താണ് മറ്റേ ന ബ്രൂയാത് സത്യം അപ്രിയം അല്ലേ? അപ്രിയമായ സത്യം പറയരുതെന്ന്. ഇതുപോലൊരു അവസരവാദി, അത് എഴുതിയത് ആരായിരുന്നാലും ഇതുപോലൊരു അവസരവാദിയെ വരെ കാണാൻ കഴിയില്ല. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ ആ ശ്ലോകത്തിൻ്റെ കർത്താവുണ്ടല്ലോ ഭർതൃഹരി, അദ്ദേഹം പറഞ്ഞ അങ്ങനെയല്ല പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞത് വിഭൂഷണം മൗനം അപണ്ഡിതാനാം. പാമരന്റെ വിശേഷാലുള്ള അലങ്കാരമാണ് എന്ത്? മൗനം. നമ്മളെപ്പോലുള്ളവരുണ്ടാകുമെന്ന് കരുതിയിട്ട് പുള്ളി ഒന്നും കൂടി പറഞ്ഞ് വാഗ്ഭൂഷണം ഭൂഷണം പറയുന്നതാണ്. നിങ്ങൾ അനുഭവിച്ച കാര്യം ഈ പ്രപഞ്ചത്തോട് നിങ്ങൾ നിങ്ങൾ അനുഭവിച്ച കാര്യം ഈ പ്രപഞ്ചത്തോട് നിങ്ങൾ പറയുന്നതാണ്. സത്യത്തിന് പ്രിയോപ്രിയങ്ങളില്ല. പ്രിയപ്പെട്ട സത്യം, അപ്രിയമായ സത്യം, അങ്ങനെയില്ല. സത്യമേ ഉള്ളൂ. ആ സത്യം അതിൻ്റെ രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇത് പ്രിയപ്പെട്ട സത്യം, മറ്റത് പ്രിയമില്ലാത്ത സത്യം. അതുകൊണ്ട് നാം ബ്രൂയാത് സത്യം അപ്രിയം. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കളവ് പറയാമെന്നല്ലേ പറയണം. അങ്ങനെ കളവ് പറയുന്നത് എപ്പോഴാണ്? മഹാഭാരതത്തിൽ അതിന് ഉത്തരവുണ്ട്. എന്താണ് ആ ഉത്തരം? പാഞ്ചാലിയുടെ വസ്ത്രാക്ഷരം. ഇതുപോലത്തെ ഒരു വൃത്തികെട്ട രംഗം വേറെ ലോകത്തെങ്ങും കാണാൻ കഴിയില്ല. എനിക്ക് എല്ലാവരും ഗാന്ധാരി ഗാന്ധാരി എന്നൊക്കെ പറഞ്ഞ് ഇവിടെ പലരും കിടന്ന് കരയുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം, രജസ്വലയും ഏകവസ്ത്രയുമായി കൊട്ടാരത്ത് അന്തഃപുരത്തിലിരുന്ന ഒരു സ്ത്രീയെ അവളുടേതല്ലാത്ത കുറ്റത്തിൻ്റെ പേരിൽ മുടിക്ക് കുത്തിപ്പിടിച്ച് വലിച്ചഴച്ച് ഈ രാജസദസ്സിൽ എറിയാൻ കൽപ്പിച്ച മകൻ്റെ കരണക്കുറ്റിക്ക് ഒരടി കൊടുക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. അതാണ് അവർ ഈ പ്രപഞ്ചത്തോട് ചെയ്ത തെറ്റ്. സ്ത്രീകളെ ബഹുമാനിക്കുന്നില്ല ആൺമക്കൾ എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം സമ്പൂർണമായിട്ടും അമ്മമാർക്കാണ് എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾ എന്നെ ചീത്ത വിളിച്ചിട്ട് കാര്യമൊന്നുമില്ല, സത്യമായതുകൊണ്ട് ഞാൻ പറയുന്നതാണ്. കാരണം അമ്മമാരാണ് പറയേണ്ടത്, ബഹുമാനിക്കേണ്ടതാണെന്ന്. പക്ഷേ അമ്മമാർ പിന്തുടരുന്നത് ഗാന്ധാരിയെയാണ്. ഒന്ന് ആലോചിച്ച് നോക്ക്. ഒരു സ്ത്രീയെ മുടിക്ക് കുത്തിപ്പിടിച്ച് വലിച്ചഴച്ചു കൊണ്ടുവന്ന് എറിയാണ് ചെയ്യുന്നത്. അപ്പം ഈ ഉത്തരവ് ഹൈക്കോടതി സുപ്രീം കോടതി ജഡ്ജ് കർണനായിരുന്നു. കർണനാണ് ഈ ഉത്തരവ് കൊടുക്കുന്നത്. കർണന് ഉത്തരവ് കൊടുക്കാൻ വേണ്ടി പറയുമ്പോൾ മെഗാഫോൺ ആയിരുന്നു ദുര്യോധനൻ. അതെ ദുര്യോധനൻ. ഇതിൻ്റെ ഇംപ്ലിമെൻറ്റിംഗ് ഓഫീസറാണ് ദുശാസനൻ, പോലീസുകാരനാണ്.
ദുശാസനോട് പറയും പോയി കൊണ്ടുവിടാന്ന് പറഞ്ഞാൽ അവൻ പോയിട്ട് കൊണ്ടുവരും. പോലീസുകാരൻ തല്ലാൻ പറഞ്ഞാൽ പോലീസുകാർ തല്ലുന്ന രീതിയിൽ. അവർക്ക് അങ്ങനെയൊന്നുമില്ല. ഒരു പോലീസുകാരൻ നിങ്ങളെ വഴിയിൽ വെച്ച് കാണുമ്പോൾ തല്ലണം എന്ന് പറഞ്ഞിറങ്ങുന്നില്ല. അവൻ്റെ മേലാഫീസർ വിളിച്ച് പോകുന്ന തല്ലാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആരായിരുന്നല്ലോ ഒന്നല്ലോ. കാരണം അങ്ങനെയാണ് അതിൻ്റെ സൈന്യമാണല്ലോ, അങ്ങനെയാണത്. അപ്പോൾ ആ രീതിയിൽ ആണ്. അപ്പോൾ ആ സദസ്സിൽ ഭീഷ്മരും ദ്രോണരും കൃപരും കൃവർമാവും എല്ലാവരും ഇരിക്കുന്നുണ്ട്. അപ്പോൾ പാഞ്ചാലി ചോദിച്ചു, ഒരു മനുഷ്യ സ്ത്രീ എന്ന നിലക്ക് ഉള്ള സാമാന്യ നീതിക്ക് ഞാൻ അർഹയല്ലേ? നിയമപ്രശ്നങ്ങളാണ് ഓരോന്ന് ചോദിക്കുന്നത്. സ്വയം അടിമയാക്കപ്പെട്ട ഒരു രാജാവിനെ പിന്നെ എങ്ങനെയാണ് വേറൊരാൾ അടിമയാക്കാൻ കഴിയുക എന്നൊരു നിയമപ്രശ്നമാണത് ഇന്നും. കാരണം ഒന്നുമില്ലാത്തവൻ പിന്നെ വേറെ ആൾക്ക് എന്ത് കൊടുക്കും? അപ്പോൾ അവിടെ നിയമപ്രശ്നമുണ്ട്, മനുഷ്യാവകാശ ധ്വംസനമുണ്ട്. അവൾ ചോദിച്ചു, നിങ്ങളൊരു മറുപടി പറയണം. ഭീഷ്മരോടും ദ്രോണരോടൊക്കെയാണ് ചോദിക്കുന്നത്. വിതുരൻ മാത്രം ഈ രംഗം നടക്കുന്ന സമയത്ത് വിതുരൻ്റെ ഏറ്റവും വലിയ ശബ്ദം കേൾക്കുന്നു അപ്പോഴാണ്. വിതുരൻ പറഞ്ഞു, മഹാരാജാവേ, കുരുവംശം മുഴുവൻ ഈ സ്ത്രീ ശാപം കൊണ്ട് നശിക്കാൻ പോകുന്നു, അങ്ങിതിന് കൂട്ടുനിൽക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഇടിമിന്നൽ പോലെ ആ രാജസദസ്സിൽ നിന്ന് ഇറങ്ങിപ്പോയ ഒരേ ഒരാള് വിതുരൻ മാത്രമാണ്. പിന്നീട് പാഞ്ചാലിയെ കണ്ടപ്പോൾ ഈ ദ്രോണരും മറ്റേ ഭീഷ്മരും എല്ലാം പറഞ്ഞത്, നീ ചോദിച്ച ചോദ്യം കൃത്യമായിരുന്നു, നിന്നോട് ചെയ്തത് തെറ്റാണ്, പക്ഷേ ദുര്യോധനുമായിട്ട് ഞങ്ങൾക്ക് അർത്ഥബന്ധമുണ്ടായിരുന്നത് കൊണ്ട് മിണ്ടാതിരുന്നതാണ്. എന്നുവെച്ചാൽ ചില്ലറ കിട്ടിയ കാരണം ഒന്നും പറഞ്ഞില്ല എന്ന്. ചില്ലറ കിട്ടിയാൽ ഒന്നും പറയരുത് എന്ന് പറയുന്നവനാണ് ന ബ്രൂയാത് സത്യം അപ്രിയം എന്ന് പ്രചരിപ്പിക്കുന്നവൻ. സത്യത്തിന് പ്രിയാപ്രിയങ്ങളില്ല, സത്യമേ ഉള്ളൂ. ആ സത്യം, അതാണ് സത്യം വദ എന്ന് പറയാൻ കാരണം. അതാണ് വേദം പറയുന്നത്. വേദം ഒരിക്കലും ന ബ്രൂയാത് സത്യം അപ്രിയം എന്ന് പറഞ്ഞിട്ടില്ല, സത്യം വദ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. നീ സത്യം പറയുക, ആ സത്യം നിന്നെ രക്ഷിക്കും എന്ന് പഠിപ്പിച്ച ഒരു മഹാസംസ്കാരം. അതാണ് പറയുന്നത്. എന്ത്? ലോകം നിന്റേതല്ല, നീ കെട്ടിപ്പിടിച്ചു വെക്കുന്ന ഒന്നും നിന്റേതല്ല. എഴുത്തച്ഛൻ ഇത് മനോഹരമായി പറഞ്ഞിട്ടുണ്ട്. ബന്ധുക്കളുണ്ട്, ധനമുണ്ട്, കുടുംബമെന്നും ചിന്തിച്ചു വൃഥാ കളയുന്നു മർത്യജന്മം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒന്നുമില്ലേ, അവിടത്തോടുള്ളു. എത്ര പ്രിയപ്പെട്ടവനാണെങ്കിലും ശരിയാണ്, ചത്തു കഴിഞ്ഞാൽ പിന്നെ ഇമ്മീഡിയറ്റ് അത് ഡിസ്പോസ് ചെയ്യണമെന്നാണ് എല്ലാവരുടെയും ആഗ്രഹം. ഇപ്പോഴാണെങ്കിൽ ഒരു മഹാഭാഗ്യം, മക്കളൊക്കെ പുറത്താണെങ്കിൽ വേറൊരു കാര്യം കൂടെ ഉണ്ട്, കുറേ കാലം ഫ്രീസറിൽ ഇരിക്കാനുള്ള യോഗവും കൂടി കിട്ടും എന്നല്ലാണ്ട് വിശേഷമൊന്നും കിട്ടാൻ പോകുന്നില്ല. കുറേ കാലം ഫ്രീസറിൽ ഇരിക്കും. അപ്പം വേറൊരു ഗുണമുണ്ട്. ഈ വന്നിട്ട് പറയും, ഫ്രീസറിൽ ഇരുന്നാണ് ബോഡി ഇത്തിരി പ്രശ്നമുണ്ട്, അതുകൊണ്ട് 1.5 മണിക്കൂറിനുള്ളിൽ നമുക്കിതിനെ ഡിസ്പോസ് ചെയ്യണമെന്ന് പറയും. അപ്പം എല്ലാവരും ഇങ്ങനെ വന്ന് നോക്കും. ഈ മുഖത്ത് നോക്കുന്നത് ഇത്തിരി ജീവൻ കിട്ടുമോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. കാരണം മരിച്ചു കഴിഞ്ഞാൽ എനിക്കും അത് കിട്ടണമല്ലോ.